So hi guys, welcome back to my YouTube channel. So let's welcome to yet another video of Tales of Nandu. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം ഒരു സ്കിൻ കെയർ പോലത്തെ ഒരു വ്ളോഗാണ്. കാരണം നമുക്കിങ്ങനെ ഇപ്പം നാളെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹോം റെമഡിയാണ് ഞാൻ പറയാൻ പോണത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടെ ഉണ്ട്. ആരാന്നല്ലേ സോ സ്കിൻ കെയർ വിത്ത് മൈ ഗ്രാൻഡ്മ. അപ്പം ഞാൻ ആദ്യം പോയി മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പോകും. ആക്ച്വലി 3 steps ആണുള്ളത്. ഈ 3 steps നിങ്ങൾ ചെയ്യണം. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ട്രസ്റ്റ് മീ, ഇറ്റ്സ് വർത്ത് ദ ഹൈപ്പ്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഗ്ലോ കിട്ടും. നിങ്ങൾ നൈറ്റ് ചെയ്ത് കിടന്നതിന് ശേഷം പിറ്റേ ദിവസം എണീക്കുമ്പം ട്രസ്റ്റ് മീ ഗ്ലോ ഉണ്ടാവും. ആൻഡ് യു ഷുഡ് കോമന്റ് മീ ഇൻ ഡൗൺ ഗ്ലോ ഉണ്ടെങ്കിൽ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പം ഇത് തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, ചരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ ഒരു പീസ് വേണം നമ്മൾ എടുക്കാൻ, ഈ ഒരു പീസ്, മറ്റേ പീസ് മാറ്റി വെച്ചേക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഒരു പീസില് പഞ്ചസാര ഇങ്ങനെ ഡിപ്പ് ചെയ്യണം. നമുക്കൊരു സ്ക്രബ്ബർ പോലെയാണ്, മനസ്സിലായി? പഞ്ചസാര ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് മുഖത്തോട്ട് ഇങ്ങനെ ഇടണം, ഇങ്ങനെ തേക്കണം. നമുക്കിത് തോന്നും ഇതൊക്കെ പോകാൻ വേണ്ടിയാണ് ചെയ്യണത്. തക്കാളി നമുക്ക് ബോഡിക്ക് ഓൾറെഡി നല്ല സാധനമാണ്. ഇങ്ങനെ പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സംസാരിക്കാനൊന്നും പാടില്ല. ഒരു 5 minute വെച്ചേക്കണം. എന്ത് കല്ലു? പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് വരുമ്പോഴത്തേക്കും മുഖത്തൊരു കളറും കഴുത്തിൽ വേറൊരു കളറും അങ്ങനെ വരും. അപ്പൊ നമ്മള് ഒരു 5 minute ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചൊരു ഇത് കിട്ടും നമുക്ക്. ഒരു സ്ക്രബിങ് പോലെയാണ്, അത്രേ ഉള്ളൂ. ഒരു 5 minute വെച്ച് ഇപ്പൊ ഞാനും കൂടെ ഇടാം. അത് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് മുഖമൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിട്ട് സംസാരിക്കാൻ പാടില്ല. നല്ല തണുപ്പ്, മുഖത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഞാനും അമ്മൂമ്മ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പായിരിക്കും മുഖത്ത്. പണ്ടില്ലേ ഗൈസ്, ഞാൻ മമ്മി എന്നാണ് വിളിക്കണത്. എന്തെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച സമയത്ത് എന്റെ അമ്മയും മാമനും അമ്മൂമ്മയും മമ്മി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് കേട്ട് മമ്മീന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം പറ്റൂല, ഇപ്പൊ അമ്മാമാന്ന് വിളിക്കണമെന്ന്. ഞാൻ ഇത്രയും വർഷം ശീലിച്ചതല്ലേ, എങ്ങനെ മാറ്റായി? നമുക്കിത് 5 minute ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ 5 minute കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് വരാം മുഖം. ഓക്കെ, ഞങ്ങൾ മുഖമൊക്കെ കഴുകി വന്ന് നമുക്കിനി അടുത്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മൾ മാറ്റി വെക്കാൻ പറഞ്ഞ സൈഡ് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. നേരത്തെ യൂസ് ചെയ്ത സൈഡിൽ തന്നെ കോഫി പൗഡർ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് തേക്കാം. നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിലും കൂടെ തേക്കണം. കാരണം ഒരു സൈഡ് മാത്രം ഇതായിട്ട് വരും നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും. ഇത് നമുക്കൊരു 5-10 minute ഇതും വിട്ടേക്കാം. എന്നിട്ട് നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോവാം. ഇപ്പൊ ഞാനും കൂടെ ഇടാം. ഇതിട്ട് സംസാരിക്കാൻ പറ്റില്ല, അപ്പം ഇട്ട് കഴിഞ്ഞിട്ട് വരാം. സോ ഇട്ടിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റും. നമുക്ക് ഒരു 5 minute വരാം. ഓക്കെ, ബൈ.
സോ ഗൈസ്, അപ്പൊ മുഖമൊക്കെ കഴുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. അമ്മൂമ്മ മുഖം കഴുകാൻ പോയേക്കാണ്. അപ്പോഴത്തേക്ക് നമ്മള് ആദ്യം 2 പീസായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ ഒരു പീസാണ് നമ്മള് ഷുഗർ യൂസ് ചെയ്തതും കോഫി യൂസ് ചെയ്തതും, എന്നിട്ട് അത് കളഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത് നമ്മൾ എടുക്കാതിരുന്ന പീസില്ലേ, അത് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചത് ഇങ്ങനത്തെ ഒരു പരുവമാക്കി എടുക്കും. എന്നിട്ട് ഇതിനകത്ത് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തൊരു പാക്ക് കണക്ക് ഫോം ചെയ്യും. കടലമാവ് ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആണ്. എനിക്കിപ്പോ ഇവിടെ അരിപ്പൊടിയുള്ളൂ, പതാണ് എടുത്തത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മിക്സിലിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്താൽ മിക്സിലിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഞവടിയാലും മതി. ഓക്കെ, നമുക്കിനി ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോവാം. വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത് ഇത് ഇടാം. ഓക്കെ, ഇതൊരു ഫേസ് പാക്ക് ആണ്. ഇതിങ്ങനെ അപ്ലൈ ചെയ്യണം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പം തക്കാളി ആണല്ലോ, ഇതായോണ്ട് സാധനങ്ങൾ കുറച്ച് ഇരിക്കുള്ളൂ, ബാക്കി ഇങ്ങനെ ഇറങ്ങിപ്പോവും. പക്ഷെ കുഴപ്പമില്ല, ഇരിക്കണം അത്രയും. ഒരു 15 മിനിറ്റ് ഫേസ് പാക്ക് ആണ് ഇത് ഇടേണ്ടത്. 15 മിനിറ്റ്. ഈ ഹോസ്റ്റലിലുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാം, ഇത് നല്ലതാണ്. നമ്മള് മാക്സിമം ഇങ്ങനെ നമുക്കിങ്ങനെ വെക്കാൻ വേണ്ടി നോക്കണം. കാരണം ചിലപ്പോ ഇങ്ങനെ തക്കാളി ആയോണ്ട് ഇങ്ങനെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതിന്റെ ഗ്ലോ എന്ന് വെച്ചാൽ ഇന്നിട്ടിപ്പോ കഴുകി ഉടനെ ഗ്ലോ ഒന്നും വരൂല. നമ്മളിത് വെച്ചിട്ട് നമ്മൾ രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. വൈകിട്ടോ അല്ലെങ്കിൽ രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലോ വരും. പിന്നെ ഞങ്ങള് ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള ക്രീമുകളൊന്നും യൂസ് ചെയ്യാൻ രാത്രി ഒരു ക്രീമും യൂസ് ചെയ്യാണ്ട് കിടന്നാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് ഒന്ന് മുഖം കഴുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഗ്ലോ വരും. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് വർത്ത് ദ പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു കെമിക്കൽസ് യൂസ് ചെയ്യാനുള്ള എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഞാനും കൂടി ഇട്ടിട്ട് വരാം. എന്നിട്ട് ഇട്ടിട്ട് വന്നിട്ട് കാണിക്കാം ഗൈസ്. നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഫേസ് പാക്ക് ഇട്ടത് ഫേസ് പാക്ക് പോലെയാണ്. ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ച് നമ്മൾ കഴിഞ്ഞ കഴുകിയിട്ട് വരാം. നമുക്ക് ഇപ്പൊ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. പക്ഷെ നമുക്കൊരു ചെറിയൊരു ഗ്ലോ പോലെ വന്ന്, പക്ഷെ നമുക്ക് നല്ല ഗ്ലോ നാളെയാണ് കിട്ടുന്നത്. അപ്പൊ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്ന ടൈമില് നമ്മള് ഈ കുറെ ഡേ ക്രീം നൈറ്റ് ക്രീം ഒക്കെ ഉണ്ട്. ആ ക്രീം ഒന്നും ഇടാണ്ട് നന്നായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ കുഴപ്പമില്ല. മുഖം കഴിവല്ലോ, ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങിയാൽ മതി. അപ്പം നന്നായിട്ട് വരും. അപ്പൊ നന്നായിട്ട് വരും. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് എന്റെ ചാനലിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ.